കഴിഞ്ഞ ദിവസം മെയ് മാസത്തിൽ ചാരവൃത്തി നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ വനിത അവർ കേരളത്തിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തതുമായി ബന്ധപ്പെടുത്തി അതിൽ എന്നെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ട് വരുന്നതല്ല. മെയ് മാസത്തിൽ അവർ അറസ്റ്റിലായപ്പോൾ തന്നെ ഈ വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷെ ഇന്നലെ ആ വാർത്ത വീണ്ടും പല മാധ്യമങ്ങളിലും മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിച്ചതുകൊണ്ടായിരിക്കണം ഇതൊരു പുതിയ വാർത്തയാണെന്ന് ധരിച്ചിട്ടായിരിക്കണം മാധ്യമപ്രവർത്തകരൊക്കെ ആ വാർത്ത കൊടുത്തത്. ഇന്നലെ മുരളീധരനൊപ്പം യാത്ര ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഞാൻ ക്ഷണിച്ചു കൊണ്ടുവന്ന് അല്ല ഈ സ്ത്രീ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തത്, എന്റെ കൂടെയുമല്ല യാത്ര ചെയ്തത്. ആയിരക്കണക്കിന് ആൾക്കാർ ആ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ, നിങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചാനലുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമപ്രവർത്തകർ ആ യാത്രക്കിടയിൽ ധാരാളം ആളുകളിൽ നിന്ന് ബൈറ്റ് എടുത്തിട്ടുണ്ട്. എന്റെ മാത്രം ബൈറ്റല്ല എടുത്തിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു. അവരുടെയും ബൈറ്റ് എടുത്തിട്ടുണ്ട്. വിഷയം ഈ ഞാൻ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ടല്ല അവർ ഈ യാത്രയിൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തത്. പ്രശ്നം കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു. അവിടെയാണ് പ്രശ്നം. കേരള ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു കൊണ്ടുവന്നതിന്റെ രണ്ട് പ്രശ്നങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, അങ്ങനെ ഒരു ഏജൻസിയെ വിളിച്ചുകൊണ്ടുവരുമ്പോ, അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ടുവരുമ്പോ അതിന് കേരള സർക്കാർ പാലിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണോ? എന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നോ? കാരണം ടൂറിസം വകുപ്പ് മന്ത്രി പറയുന്നത് എനിക്കറിയില്ല എന്നാണ്. അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഒഴിഞ്ഞു മാറുന്നതിന് പകരം, അല്ലെങ്കിൽ ആ ഒളിച്ചോട്ടം തന്നെ ഒരു സംശയമുണ്ടാക്കുകയാണ്. കേരള ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചുവെക്കാനുണ്ട്. മറച്ചുവെക്കാനുള്ളത് കൊണ്ടാണ് എന്റെ പേരുകൂടി ആ വിഷയത്തിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം. മുരളീധരന്റെ യാത്ര വിവാദത്തിലായിട്ടൊന്നുമില്ല. കാരണം മുരളീധരൻ അവിടുന്ന് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനം നടന്ന കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു. അതിനിടയിൽ ഈ സ്ത്രീ മാത്രമല്ല നിരവധി ആൾക്കാർ വന്ന് ബൈറ്റെടുത്തു. അത് വിവാദമാവേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ അവരെ ക്ഷണിച്ചിട്ടല്ല, എനിക്ക് അവരെ അറിയുകയും ചെയ്യില്ല. അപ്പോൾ ഈ പ്രൊമോഷൻ നടത്താൻ വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്ന ആളുകൾ അവരാണ് ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത്. ആ മറുപടി പറയാതെ എന്താ മന്ത്രി ഒഴിഞ്ഞു മാറുന്നത്? മറുപടി പറയാതെ മന്ത്രി ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് തന്നെ സംശയം ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോ രാവിലെ ചില വാർത്തകൾ കണ്ടത്, അത് ഞങ്ങളല്ല, ഏജൻസിയാണ്. ഏതാ ഏജൻസി? ആ ഏജൻസി എന്താണ് ഏജൻസിക്ക് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ്? ഏജൻസി പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ശരി, ഇത്തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെ ക്ഷണിച്ചുകൊണ്ടുവന്ന ഏജൻസിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുമോ സർക്കാർ? എനിക്ക് ആവശ്യപ്പെടാനുള്ളതാണ്. സർക്കാരിന് ഉത്തരവാദിത്തമില്ല, ഏജൻസിയാണ് ഇത് ചെയ്തത് തെറ്റാണെങ്കിൽ ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം. അപ്പൊ ഏജൻസിയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അതുകൊണ്ടാണോ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ ക്ലീൻ ചിറ്റ്, എനിക്ക് ഇതിനെക്കുറിച്ച് ടൂറിസം വകുപ്പിനെ കുറിച്ച് ഒരു ആക്ഷേപവും ഞാൻ ഉന്നയിക്കില്ല.